ഹായ് ഓൾ. BBA ഫോർത്ത് സെമ്മിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു ബിസിനസ് തുടങ്ങാനുള്ള മൂലധനം. ഈ ക്യാപിറ്റൽ എവിടുന്നൊക്കെ ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത് അതിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുക. ക്യാപിറ്റൽ നമുക്ക് ഡെപ്റ്റായിട്ടും ഇക്വിറ്റി ആയിട്ടും പ്രിഫറൻസ് ആയിട്ടും എടുക്കാം. ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ ബോറോയിങ്സ്, ലോങ് ടേം ബോറോയിങ്സ്, അതായത് ഡിബെഞ്ചറായിട്ട്, ബോണ്ടായിട്ട്, ലോൺസ് ആയിട്ട് ഒക്കെ എടുക്കാം. അതല്ലാതെ ഇക്വിറ്റി ഷെയർ ആയിട്ടും പ്രിഫറൻസ് ഷെയർ ആയിട്ടും ക്യാപിറ്റൽ റേസ് ചെയ്യാം. ഷെയർ ഹോൾഡേഴ്സിന് ഇക്വിറ്റി ഷെയറോ പ്രിഫറൻസ് ഷെയറോ കൊടുത്തിട്ട് ഫണ്ട് റേസ് ചെയ്യാം. ഡെപ്റ്റായിട്ട് ഫണ്ട് റേസ് ചെയ്യുമ്പോൾ തിരിച്ചെന്താ കൊടുക്കേണ്ടത്? നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനും പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും തിരിച്ചെന്ത് കൊടുക്കണം? ഡിവിഡൻഡ് കൊടുക്കണം, അല്ലെങ്കിൽ പ്രോഫിറ്റ് കൊടുക്കണം. അപ്പം നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര പെർസെൻറ്റേജ് ഡെപ്റ്റായിട്ട് എടുത്തു, എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി ആയിട്ട് എടുത്തു, എത്ര പെർസെൻറ്റേജ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് എടുത്തു, അതാണ് മൊത്തമാണ് നമ്മളെ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം നോക്കാം. The term capital structure is frequently used to indicate the long-term sources of funds employed in a business. ഒരു ബിസിനസ്സിൽ ഇടുന്ന ലോങ് ടേം ഫണ്ടിൻ്റെ സോഴ്സസിനെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാരാ പറയുന്ന? RH വെസൽ. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കാം. ഇതൊരു കമ്പനിയാണ്. ഈ കമ്പനീൻ്റെ ഫിനാൻഷ്യൽ മാനേജറാണ് ഇദ്ദേഹം. ഈ കമ്പനിക്ക് ക്യാപിറ്റലായിട്ട് ഒരു 10 lakh വേണമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ 10 lakh എവിടെ നിന്നൊക്കെ റേസ് ചെയ്യണം, എവിടെ നിന്നൊക്കെ ആണ്, ഏതൊക്കെ സോഴ്സിൽ നിന്നാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഈ ഫിനാൻഷ്യൽ മാനേജർ തീരുമാനിക്കണം. അപ്പോൾ ഇദ്ദേഹം തീരുമാനിച്ചു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലായിട്ട് 40%, ഈ 10 lakhൻ്റെ 40% ഇക്വിറ്റി ഷെയർ ആയിട്ട് റേസ് ചെയ്യാം. ബോണ്ടായിട്ട് 20%, പ്രിഫറൻസ് ഷെയർ ആയിട്ട് 30%, ലോങ് ടേം ലോൺസ് 6%, ഡിബെഞ്ചേഴ്സ് 2%, ക്യാപിറ്റൽ സർപ്ലസ് 2%. ഇങ്ങനെ വേണം ഈ 10 lakh റേസ് ചെയ്യാൻ എന്ന് ഇദ്ദേഹം തീരുമാനിച്ചു. ഇത് ഇദ്ദേഹം വെറുതെ അങ്ങോട്ട് തീരുമാനിക്കുന്നതാണോ? 40, 20, 30 എന്നല്ല. ഇതൊക്കെ ഓരോ കാൽക്കുലേഷൻ ഉണ്ട്. ഇതൊക്കെ കാൽക്കുലേഷൻസ് നമ്മൾ വഴിയെ പഠിക്കും. അപ്പോൾ ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഒരു മൊത്തം ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ഇക്വിറ്റി ഷെയർ ആയിട്ട്, എത്ര പെർസെൻറ്റ് ബോണ്ടായിട്ട്, എത്ര പെർസെൻറ്റ് പ്രിഫറൻസ് ഷെയർ ആയിട്ട് ഒക്കെ റേസ് ചെയ്യണം എന്നാണ്. ഇതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു കമ്പനീൻ്റെ. ഇനി ക്യാപിറ്റലൈസേഷൻ, ക്യാപിറ്റൽ സ്ട്രക്ചർ, ഫിനാൻഷ്യൽ സ്ട്രക്ചർ, ഇത് തമ്മിലുള്ള വ്യത്യാസം, ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ്, അതായത് ഒരു ബിസിനസ്സിൽ എന്തൊക്കെ സെക്യൂരിറ്റീസ് ഉണ്ട്, ഇക്വിറ്റി, പ്രിഫറൻസ്, ലോൺസ്, ഡിബെഞ്ചേഴ്സ്, എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് സെക്യൂരിറ്റീസ് ആണുള്ളത്, അതിനെയാണ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുന്നത്. എന്നാൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് ദാറ്റ് മേക്സ് അപ്പ് ദ ടോട്ടൽ ക്യാപിറ്റലൈസേഷൻ. ഈ ക്യാപിറ്റലൈസേഷൻ ഉണ്ടാക്കാനുള്ള പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എത്രയാണ്, ഓരോന്ന് എത്ര പെർസെൻറ്റേജ് ആണെന്ന്, അതാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒക്കെ ലോങ് ടേം ആയിട്ടും ഷോർട്ട് ടേം ആയിട്ടും ബിസിനസ്സിലുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസ് എന്തൊക്കെയാണ്, അത് ഈ വർഷം ഉണ്ടായതല്ലാതെ ലാസ്റ്റ് ഇയർ സർപ്ലസും ഒക്കെ വരും. അതായത് ഇക്വിറ്റി, പ്രിഫറൻസ്, ലോൺസ്, ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്. റീറ്റെയിൻഡ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇയേഴ്സ് ഇൻകം ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻഡ് ഒക്കെ കൊടുത്തിട്ട് ബാക്കി കമ്പനീൻ്റെ കയ്യിലുള്ള ഇൻകമാണ് റീറ്റെയിൻഡ് ഏർണിങ്സ്. അത് ബിസിനസ്സിലേക്ക് അടുത്ത വർഷം ഇടാലോ. ക്യാപിറ്റൽ സർപ്ലസ് എന്ന് പറഞ്ഞാൽ ഷെയറിൻ്റെ നോമിനൽ വാല്യൂ, അതായത് പാർ വാല്യൂവിലധികം പ്രീമിയം ആയിട്ട് ഷെയറിന് കിട്ടിയ വാല്യൂ, അതും ക്യാപിറ്റൽ സർപ്ലസ് ആണ്. അതും അടുത്ത വർഷത്തേക്ക് നമുക്ക് ഇടാലോ, ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യാലോ. കറണ്ട് ലയബിലിറ്റീസ്, ഓൾറെഡി ഉള്ള ലയബിലിറ്റീസ്, ഇതൊക്കെ കൂടിയാണ് ഫിനാൻഷ്യൽ റിസോഴ്സസ്. ഒരു കമ്പനീൻ്റെ മൊത്തം ഫിനാൻഷ്യൽ റിസോഴ്സസിനെയാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. Given the following information, you are required to compare capitalization, capital structure, financial structure.
അപ്പോൾ എന്തൊക്കെയാണ് ലയബിലിറ്റീസ് എന്ന് തന്നിട്ടുണ്ട്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakhs, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 lakh, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് 2 lakh, റീറ്റെയിൻഡ് ഏർണിംഗ്സ് 6 lakh, ക്യാപിറ്റൽ സർപ്ലസ് 50,000, കറൻറ്റ് ലയബിലിറ്റീസ് 1,50,000. മൊത്തം കമ്പനീൻ്റെ ക്യാപിറ്റൽ 25 lakh. അപ്പോൾ ഇതിൽ ക്യാപിറ്റലൈസേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ വരും. ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടോട്ടൽ എമൗണ്ട് ഓഫ് സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി. ഒരു കമ്പനീൻ്റെ ടോട്ടൽ സെക്യൂരിറ്റീസ് എന്തൊക്കെയാണെന്ന്. അതായത് ഇക്വിറ്റി ഷെയർ 10 lakh അതെഴുതി, പ്രിഫറൻസ് ഷെയർസ് 5 lakh അതെഴുതി, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ് 2 lakh. ഇനി റീറ്റെയിൻഡ് ഏർണിങ്സും ഇതൊന്നും വേണ്ട. ക്യാപിറ്റലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത് മൂന്നിൻ്റെ ടോട്ടൽ 17 lakh. ഇത്രയാണ് ക്യാപിറ്റലൈസേഷൻ. ഇനി ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഓരോന്നിൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട്, ഓരോ കമ്പനിയിലേക്ക് എടുത്ത സോഴ്സസ് ഓരോന്നും എത്ര പെർസെൻറ്റേജ് ആണ് ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എന്ന് എഴുതണം. അതായത് ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ് 6 lakh, ക്യാപിറ്റൽ സർപ്ലസ് 50,000. ഇത്രയും എഴുതി. കറൻറ്റ് ലയബിലിറ്റീസ് എഴുതണ്ട. എന്നിട്ട് അതിൻ്റെ പ്രൊപ്പോർഷന് ടോട്ടൽ 23,50,000 ആണ്. ഈ 23,50,000 എത്ര പെർസെൻറ്റേജ് ആണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ? അതായത് ഈ 10 lakh 23,50,000 എത്ര പെർസെൻറ്റേജ് ആണെന്ന് നോക്കാം. പിന്നെ പ്രിഫറൻസ് ഷെയറിൻ്റെ ഈ 5 lakh 23,50,000 എത്ര പെർസെൻറ്റേജ് ആണ്? 21.28% ആണ്. അങ്ങനെ ഓരോന്നും ടോട്ടൽ ക്യാപിറ്റലിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കുക. ഇതാണ് ഈ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ടും കൂടിയാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഒക്കെ വരും. ഒരു ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ വരുന്ന ഒക്കെ വരും. അതായത് ഇതൊക്കെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 lakh, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 5 lakh, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, റീറ്റെയിൻഡ് ഏർണിങ്സ്, ക്യാപിറ്റൽ സർപ്ലസ്, ഇതൊക്കെ നേരത്തെ വന്നതാണ്. കൂടെ കറൻറ്റ് ലയബിലിറ്റീസും കൂടി എഴുതണം 1,50,000. അപ്പോൾ ടോട്ടൽ 25 lakh. 25 lakhൻ്റെ പ്രൊപ്പോർഷനേറ്റ് എമൗണ്ട് എത്ര? 25 lakhൻ്റെ എത്ര പെർസെൻറ്റേജ് ആണ് 10 lakh, എത്ര പെർസെൻറ്റേജ് ആണ് 5 lakh, അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. ഇതാണ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ. ഫിനാൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം വരും. അതുകൊണ്ടാണ് കറൻറ്റ് ലയബിലിറ്റീസും കൂടി വരുന്നത്, ഷോർട്ട് ടേമും കൂടി വരുന്നതാണ്. അപ്പോൾ താങ്ക് യു സ്റ്റുഡൻസ് ഫോർ വാച്ചിങ്. ഒക്കെ ക്ലിയറായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.